ഏവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം ധ്യാനിക്കുന്നത് ബൈബിളിലെ ഏറ്റവും ആഴമുള്ളതും ആത്മീയ സമ്പുഷ്ടമായ ഒരു പുസ്തകമായ ലേവ്യ പുസ്തകത്തിൻ്റെ മുഴുവനായ ഒരു സമ്മറിയാണ്. പലർക്കും ലേവ്യ പുസ്തകം നിയമങ്ങളും യാഗങ്ങളും ആചാരങ്ങളും പുരോഹിത ശുശ്രൂഷകളും നിറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള പുസ്തകമായി തോന്നാം. എന്നാൽ ആത്മാർത്ഥമായി പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി, കരുണ, ആരാധന, പാപപരിഹാരം, തൻ്റെ ജനങ്ങളോടൊപ്പം വസിക്കാനുള്ള ആഗ്രഹം എന്നിവ വെളിപ്പെടുത്തുന്ന അതിമഹത്തായ ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. ലേവ്യ പുസ്തകം ബൈബിളിലെ മൂന്നാമത്തെ പുസ്തകമാണ്. മോശയുടെ 5 പുസ്തകങ്ങളുടെ മധ്യഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉൽപ്പത്തി മനുഷ്യൻ്റെ വീഴ്ചയെ വിവരിക്കുന്നു. പുറപ്പാട് ദൈവം തൻ്റെ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്തതിനെ പറയുന്നു. എന്നാൽ ലേവ്യ പുസ്തകം വീണ്ടെടുപ്പ് ലഭിച്ച ജനങ്ങൾ വിശുദ്ധനായ ദൈവത്തോടൊപ്പം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ലേവ്യ പുസ്തകത്തിൻ്റെ പ്രധാന സന്ദേശം ലേവ്യ പുസ്തകം 19:2 കാണാം. നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ കേന്ദ്ര സന്ദേശം. ലേവ്യ പുസ്തകം എന്ന പേര് ലേവി ഗോത്രത്തിൽ നിന്നാണ് വന്നത്. ദൈവാരാധനയ്ക്കും ആലയ ശുശ്രൂഷയ്ക്കുമായി വേർതിരിക്കപ്പെട്ട പുരോഹിത ഗോത്രമായിരുന്നു ലേവ്യർ. മിസ്രൈമിൽ നിന്നുള്ള വിമോചനത്തിന് ശേഷം സീനായ് മലയുടെ അടിവാരത്തിൽ പാർക്കുമ്പോഴാണ് ദൈവം ഈ നിയമങ്ങൾ ഇസ്രായേലിന് നൽകിയത്. ദൈവം അവരെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് കഴിഞ്ഞിരുന്നു. ഇനി വിശുദ്ധനായ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, അവൻ്റെ സന്നിധിയിൽ എങ്ങനെ ജീവിക്കണം, വിശുദ്ധ ജനമായി എങ്ങനെ നിലനിൽക്കണം എന്നതായിരുന്നു പഠിപ്പിച്ചത്. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ യാഗങ്ങളും വഴിപാടുകളും യാഗങ്ങളുടെ ക്രമങ്ങളും എന്താകുന്നു എന്നതിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം എന്നിങ്ങനെ 5 യാഗങ്ങൾ സ്ഥാപിക്കപ്പെട്ടതിനെക്കുറിച്ച് ഈ അധ്യായങ്ങൾ നമ്മൾ കാണുന്നു. ഈ യാഗങ്ങളിൽ കൂടെ പ്രധാനമായിട്ടും ലേവ്യ പുസ്തകം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ: പാപം ഗുരുതരമാണ്, പാപപരിഹാരത്തിന് പ്രായശ്ചിത്തം ആവശ്യമാണ്, ആരാധനയിൽ സമർപ്പണം വേണം, ദൈവസഹവാസം യാഗത്തിലൂടെയാണ്. 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ പുരോഹിതത്വത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അഹരോനും മക്കളും പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യപ്പെട്ടു. അവർ ദൈവത്തിന് ജനത്തിനും ഇടയിലെ മധ്യസ്ഥരായിരുന്നു. നാദാബും അബീഹൂവും അന്യാഗ്നി അർപ്പിച്ചതിനാൽ മരിച്ച സംഭവം ദൈവാരാധനയിൽ അനാദരവിന് സ്ഥലമില്ലെന്ന് പഠിപ്പിക്കുന്നു. 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ ശുദ്ധിയെയും അശുദ്ധിയെയും കുറിച്ച് പഠിപ്പിക്കുന്നവയാണ്. ഭക്ഷണം, രോഗങ്ങൾ, ശരീരാവസ്ഥകൾ, ശുദ്ധീകരണ ക്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിയമങ്ങൾ ഇവിടെ കാണുന്നു. ഇത് ഇസ്രായേലിനെ ജാതികളിൽ നിന്ന് വേർതിരിക്കുകയും ആത്മീയവും സാമൂഹികവും ശാരീരികവുമായി സംരക്ഷിക്കുകയും ചെയ്തു. 16-ാം അധ്യായം പ്രായശ്ചിത്ത ദിവസത്തെക്കുറിച്ച് കാണിക്കുകയാണ്. ലേവ്യ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണിത്. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ ജനങ്ങളുടെ പാപപരിഹാരത്തിനായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമായിരുന്നു. പാപഭാരം ചുമന്ന ആട്ടുകൊറ്റൻ ജനങ്ങളുടെ പാപം നീക്കപ്പെടുന്നതിൻ്റെ പ്രതീകമായിരുന്നു. 17 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ ദൈനംദിന വിശുദ്ധ ജീവിതം എപ്രകാരമായിരിക്കണം, നീതിയും ധാർമ്മികതയും ലൈംഗിക ശുദ്ധിയും കരുണയും സത്യസന്ധതയും ആരാധനയും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ദൈവം നൽകി. വിശുദ്ധി ആലയത്തിനുള്ളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിപ്പിക്കണം എന്ന് പഠിപ്പിച്ചു. 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ ഉത്സവങ്ങളും വിശുദ്ധ സമയങ്ങളെക്കുറിച്ചുള്ള ക്രമങ്ങളാണ്. ശബത്ത്, പെസഹ, പെന്തക്കോസ്ത്, കാഹളോത്സവം, പ്രായശ്ചിത്ത ദിവസം, യോബേൽ സംവത്സരം എന്നിവ സമയം പോലും ദൈവത്തിൻ്റേതാണെന്ന് ഓർമ്മിപ്പിച്ചു. 26-ാമത്തെ അധ്യായം അനുഗ്രഹങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പുകളെക്കുറിച്ചുമുള്ളതാണ്. അനുസരണം അനുഗ്രഹം കൊണ്ടുവരും, അനുസരണക്കേട് ശിക്ഷയ്ക്ക് കാരണമാകും. എന്നാൽ മാനസാന്തരപ്പെടുന്നവർക്ക് ദൈവം പുനഃസ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നു. 27-ാം അധ്യായം നേർച്ചകളും സമർപ്പണങ്ങളും കുറിച്ചുള്ളതാണ്. ദൈവത്തിന് സമർപ്പിച്ച വസ്തുക്കളെയും നേർച്ചകളെയും കുറിച്ചുള്ള നിർദ്ദേശങ്ങളോടെയാണ് പുസ്തകം അവസാനിക്കുന്നത്. ലേവ്യ പുസ്തകം മുഴുവൻ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഓരോ യാഗവും പുരോഹിത ശുശ്രൂഷയെയും പ്രായശ്ചിത്ത ക്രമവും ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് പണിയുടെയും പ്രതീകങ്ങളാണ്. യേശു സമ്പൂർണ്ണ യാഗമാണ് എന്ന് ലേവ്യ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. മൃഗയാഗങ്ങൾ പാപം താൽക്കാലികമായി മറയ്ക്കുമായിരുന്നു. എന്നാൽ യേശു മനുഷ്യരുടെ പാപത്തിനായി ഒരിക്കലായി സമ്പൂർണ്ണ യാഗമായി.
യേശു മഹാപുരോഹിതനായി ലേവ്യ പുസ്തകം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. അഹരോനും പുരോഹിതന്മാരും താൽക്കാലിക മധ്യസ്ഥരായിരുന്നു. എന്നാൽ യേശുക്രിസ്തു എന്നേക്കുമുള്ള മഹാപുരോഹിതനായി ലേവ്യ പുസ്തകം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രായശ്ചിത്ത ദിവസത്തിൻ്റെ നിവർത്തീകരണത്തെക്കുറിച്ച് ഇത് നമ്മോട് സംസാരിക്കുന്നു. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. എന്നാൽ യേശുവിൻ്റെ രക്തത്തിലൂടെ വിശ്വാസികൾക്ക് നേരിട്ട് ദൈവസന്നിധിയിൽ പ്രവേശനം ലഭിച്ചു എന്ന് ലേവ്യ പുസ്തകത്തിൻ്റെ ആത്മീകാർത്ഥം. വിശുദ്ധി ഇന്നും എന്നും ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ലേവ്യ പുസ്തകം പാപത്തിൽ നിന്ന് ഉള്ളതായ വേർപെടലിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ക്രിസ്ത്യാനികൾ ഇന്നും ലോകത്തിൽ വ്യത്യസ്തരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് ലേവ്യ പുസ്തകം ഊന്നിപ്പറയുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ദൈവശാസ്ത്രപരമായ സന്ദേശങ്ങൾ: 1. ദൈവത്തിൻ്റെ വിശുദ്ധി. ദൈവം പരിപൂർണ വിശുദ്ധനും നീതിമാനും പരിശുദ്ധനുമാണ്. 2. പാപത്തിന് പ്രായശ്ചിത്തം ആവശ്യമാണ്. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനം ഇല്ല എന്നർത്ഥം. 3. ആരാധന ദൈവഹിതപ്രകാരം ആയിരിക്കണം, മനുഷ്യ കേന്ദ്രീകൃതമല്ല. ദൈവകേന്ദ്രീകൃതമായ ആരാധനയാണ് യഥാർത്ഥ ആരാധന. 4. ദൈവം സഹവാസം ആഗ്രഹിക്കുന്നു. വിശുദ്ധനായ ദൈവം തൻ്റെ ജനങ്ങളോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. 5. വീണ്ടെടുപ്പിന് ശേഷമുള്ള ജീവിതം. ഇസ്രായേൽ അനുസരണത്തിലൂടെ രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷിക്കപ്പെട്ടതിനാൽ അനുസരിച്ചു. അതുപോലെ ക്രിസ്ത്യാനികളും പ്രവർത്തികളാലല്ല, കൃപയാൽ രക്ഷിക്കപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ രക്ഷ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കും. ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിന് ലേവ്യ പുസ്തകം നൽകുന്ന പ്രസക്തി: 1. വിശുദ്ധ ജീവിതത്തിനുള്ള വിളി. ഇന്നത്തെ ലോകം പാപത്തെ സാധാരണമാക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിളി ഇന്നും അതേപോലെയാണ്: വിശുദ്ധരായിരിക്കുവീൻ. 2. ആരാധനയ്ക്ക് ഭക്തിയും ആദരവും വേണം. ആരാധന എന്ന് പറയുന്നത് കേവലം ഒരു വിനോദമല്ല, ഒരു എൻ്റർടൈൻ അല്ല, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനമാണ്. 3. പാപം ഗുരുതരമാണ് എന്ന് ലേവ്യ പുസ്തകം. ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയുടെ വില എത്ര വലുതാണെന്ന് ആണ്. 4. യേശുവിൻ്റെ യാഗത്തിൻ്റെ മഹത്വം. ലേവ്യ പുസ്തകം മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിത ബലിയെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കാനാകും. 5. ദൈവം ദൈനംദിന ജീവിതത്തെയും കാണുന്നു. സത്യസന്ധത, നീതി, കരുണ, വിശുദ്ധി എല്ലാം ദൈവത്തിന് പ്രധാനമാണ്. അനുദിന ജീവിതത്തിൽ അവ പാലിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മം. 6. വിശ്രമവും പുനഃസ്ഥാപനവും. ശബത്തും യോബേൽ സംവത്സരവും ദൈവത്തിൽ ആശ്രയിച്ചുള്ള വിശ്രമത്തിൻ്റെ പ്രാധാന്യത്തെ പഠിപ്പിക്കുകയാണ്. ലേവ്യ പുസ്തകം വെറും നിയമങ്ങളുടെ പുസ്തകമല്ല, വിശുദ്ധിയിലേക്കും ആരാധനയിലേക്കും മാനസാന്തരത്തിലേക്കും ദൈവിക സഹവാസത്തിലേക്കും മനുഷ്യനെ വിളിക്കുന്ന ദൈവിക ക്ഷണമാണ് ലേവ്യ പുസ്തകം. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം വിശുദ്ധനാണ്, പാപം ഗുരുതരമാണ്, പ്രായശ്ചിത്തം ആവശ്യമാണ്, ആരാധനയ്ക്ക് മഹത്വമുണ്ട്, വിശുദ്ധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രകടമാകണം, യേശുക്രിസ്തു എല്ലാ യാഗങ്ങളുടെയും നിവർത്തീകരണം ആണ് എന്നാണ്. ദൈവം തൻ്റെ വിശുദ്ധ ജനങ്ങളായി ജീവിക്കുവാൻ ലേവ്യ പുസ്തക വായനയിൽ കൂടെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.